നമസ്കാരം. വരുന്ന 45 ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. 9 നക്ഷത്രജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തുന്നത്. ഇവർക്ക് സാമ്പത്തികമായി വളരെയേറെ ഉയർച്ച വന്നു ചേരും. ധനപരമായി ഇവർ അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമെന്നവണ്ണം ഒരു വലിയ തുക ഇവർക്ക് വന്നു ചേരുകയാണ്. ഇത് എന്തുകൊണ്ടെന്നാൽ ചിങ്ങമാസത്തിൽ സൂര്യനും ശുക്രനും ഒരേ രാശിയിൽ വരുന്നു. ഇത് 9 നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾക്ക് കാരണമാകും. കഴിഞ്ഞുപോയ അവരുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും അവസാനിക്കും. നല്ല സാമ്പത്തിക ശേഷി ഇവർക്ക് വന്നു ചേരും. ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ വിദേശത്തൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു സ്വപ്നം സഫലീകരിക്കാൻ കഴിയുന്ന സമയമാണ്. ഒരു സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആ സർക്കാർ ജോലി കിട്ടാൻ ചാൻസ് കൂടുതലുള്ള സമയമാണ്. കടങ്ങളൊക്കെ തീരാൻ, മനപ്രയാസങ്ങളൊക്കെ അവസാനിക്കാൻ ഈ ഒരു 45 ദിവസം ഇവർക്ക് പിടിക്കും. ആ 45 ദിവസത്തിനുള്ളിൽ ഇവരുടെ സ്വപ്നങ്ങളൊക്കെ സഫലീകരിക്കും. അങ്ങനെ ഭാഗ്യത്തിൻ്റെ നെറുകയിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം. ഇവർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചറിയാം. ഇതിലേറ്റവും അധികം ഭാഗ്യവും നേട്ടവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്ന നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. കാർത്തികയുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. അത് മേടൻ രാശിയാണെങ്കിലും ഇടവൻ രാശിയാണെങ്കിലും ഇവർക്കൊരു സർക്കാർ ജോലിയോ അതല്ലെങ്കിൽ നഷ്ടപ്പെട്ട് എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ ഇവർക്ക് ലഭിക്കുകയോ ചെയ്യും. വിദേശത്ത് ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് വിദേശത്ത് പോകാനും അവിടെ നല്ല ജോലിയിലൊക്കെ പ്രവേശിക്കാനും കഴിയുന്ന സമയമാണ്. ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും. ആശകളൊക്കെ സഫലമാകുന്ന സമയം. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. സാമ്പത്തികമായി വളരെയേറെ ഉന്നതിയിൽ എത്തിച്ചേരും കാർത്തിക നക്ഷത്ര ജാതകർ. പോകേണ്ട ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ്. അവിടെ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ഇവർക്ക് വലിയ ആഗ്രഹങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും അത് സാധിച്ചെടുക്കാൻ സാധ്യമാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. ഈ ഒരു കാലയളവിൽ ഇവർക്ക് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാകും. ഒരു ലോട്ടറി അടിക്കാനുള്ള ചാൻസ്, വിദേശ രാജ്യത്ത് പോകാനുള്ള ചാൻസ്, അങ്ങനെ പല രീതിയിൽ ഇവർക്ക് വരുമാനം വർദ്ധിക്കുന്ന സമയമാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ ഉയർച്ച വന്നു ചേരും. ധാരാളം ധനം വന്നു ചേരും. ലോട്ടറി അടിക്കാനും നഷ്ടപ്പെട്ട വില പിടിച്ചിട്ടുള്ള വസ്തുക്കളൊക്കെ തിരികെ ലഭിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ദീർഘകാലമായി അനുഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. അതുപോലെ സന്താന ഭാഗ്യം വന്നു ചേരും. എല്ലാ രീതിയിലും പൂരുരുട്ടാതി നക്ഷത്രജാതകർക്ക് വളരെയേറെ ഭാഗ്യത്തിൻ്റെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്. സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർ എത്തിച്ചേരും. ഭാഗ്യമാണ്, നേട്ടമാണ്. ലക്ഷങ്ങൾ വരെ ഇവരുടെ കയ്യിൽ ഈ ചിങ്ങമാസം എത്തിച്ചേരും. ശുക്രനും സൂര്യനും ഒരേ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്നത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് തന്നെയാണ്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്ര ജാതകരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിച്ച് അടുത്ത 45 ദിവസത്തിനുള്ളിൽ അവർക്ക് ഒരുപാട് ധനം വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. ഇവർക്ക് കടമൊക്കെ ഉണ്ടെങ്കിൽ ആ കടമൊക്കെ തിരികെ കിട്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ കടം കൊടുത്ത പൈസ ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് അത് കിട്ടാതിരിക്കുന്നുണ്ട് എങ്കിൽ അത് കിട്ടുന്ന സമയമാണ്. വസ്തുവിൽപ്പന അത് നടക്കുന്ന സമയമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചോതി നക്ഷത്ര ജാതകർക്ക് നടക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ കളിയാടും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ്. ഒരു ലോട്ടറി അടിക്കാൻ അല്ലെങ്കിൽ വിവിധ തലങ്ങളിൽ നിന്ന് ഇവർക്ക് പണം വന്നു ചേരാൻ, ചിലപ്പോൾ അത് ഷെയർ മാർക്കറ്റാകാം, അല്ലെങ്കിൽ വിദേശത്ത് നിന്നാകാം, അല്ലെങ്കിൽ ആരെങ്കിലും സംഭാവന നൽകുന്നതാകാം, അല്ലെങ്കിൽ ആരെങ്കിലും സമ്മാനം കൊടുക്കുന്നതാകാം. ഏതായാലും രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി അനുകൂലമായ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും. ഭാഗ്യമാണ്,
നേട്ടമാണ്, സമ്പൽ സമൃദ്ധിയാണ്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യമാണ്. നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സമയമാണ്. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന തിരുവോണം നക്ഷത്ര ജാതകർക്ക് അത് ലഭിക്കുന്ന സമയമാണ്. കൂടാതെ ലോട്ടറി വഴിയും മറ്റ് പല രീതിയിലും ധനമാർഗങ്ങൾ ഇവർക്ക് വന്നു ചേരും. ഏതായാലും തിരുവോണം നക്ഷത്ര ജാതകരുടെ നല്ല ഒരു സമയത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. തിരുവോണം നക്ഷത്ര ജാതകർ മാസം തോറും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഭഗവാന് കറുകമാല ചാർത്തി പ്രാർത്ഥന നടത്തുക. തീർച്ചയായും വരുന്ന ദിനങ്ങൾ ഇവരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇത് സുവർണ കാലഘട്ടമാണ്. ഇവരുടെ നന്മ നിറഞ്ഞ സ്വഭാവം കൊണ്ട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരും. ഒരു ലോട്ടറി വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനയോ ഇവർക്ക് ഒരുപാട് ധനം വന്നു ചേരും. അതായത് ലക്ഷങ്ങൾ ഇവരുടെ കയ്യിൽ വന്നു ചേരുന്ന സമയം. കൂടാതെ ജോലിയുള്ളവർക്ക് സ്ഥിരമായ ചില വരുമാന മാർഗങ്ങൾ മറ്റ് പല സോഴ്സിലൂടെയും ഇവർക്ക് വന്നു ചേരാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അത്തം നക്ഷത്ര ജാതകരുടെ ഏറ്റവും അനുകൂലമായ സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ അത്തം നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരു ലോട്ടറി അടിച്ചിരിക്കും. ഇവർക്ക് ധനലാഭം ഉണ്ടാകും. നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറാൻ സാധിക്കും. കുട്ടികളില്ലാത്തവർക്ക് സന്താനഭാഗ്യം വന്നു ചേരും. വിവാഹത്തോടെയും ഇവർ രക്ഷപ്പെടുന്ന സമയം തന്നെയാണ്. ഈ ഒരു സമയത്ത് വിവാഹിതരാകുന്ന തിരുവാതിര നക്ഷത്ര ജാതകർക്കൊക്കെ ഏറ്റവും നല്ല സമയത്തിലേക്ക് ആയിരിക്കും പോകുന്നത്. ഭർത്താക്കന്മാർക്ക് ഒരുപാട് നന്മയുണ്ടാക്കുന്ന ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. അടുത്ത നക്ഷത്രം മഖമാണ്. നിങ്ങൾക്ക് ഒരുപാട് നേട്ടം വന്നു ചേരുന്ന സമയം. വരുന്ന 45 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വലിയ അംഗീകാരം ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം ലഭിക്കും. ഈ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾക്ക് ഏറ്റവും അധികം ദൈവാനുഗ്രഹമുള്ള സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ മകനക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി മുന്നോട്ട് പോവുക. രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. തൊട്ടടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ഒരു ലോട്ടറി അടിക്കാൻ, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് നിന്ന് ആരെങ്കിലും സഹായിക്കാൻ, അങ്ങനെ പല മാർഗത്തിലൂടെ ഇവർക്ക് ധനം വന്നു ചേരും. ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് കിട്ടും. ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കാൻ കഴിയുന്ന ദിനങ്ങളായിരിക്കും ഇവർക്കിനി വന്നു ചേരാൻ പോകുന്നത്. വിശാഖം നക്ഷത്ര ജാതകരുടെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും. ഈ ഒരു പ്രവചനം സത്യമായി തീരും. തീർച്ചയായും നിങ്ങൾക്ക് വളരെയേറെ നേട്ടമാണ്. തബ്ബുല പ്രശ്നത്തിൽ തെളിഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും അധികം ഭാഗ്യമാണ്, ഏറ്റവും അധികം നേട്ടമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ചിങ്ങമാസത്തിലെ ആദ്യ ആഴ്ച മുതൽ തന്നെ സൂര്യനും ശുക്രനും ഒരേ രാശിയിൽ വരുന്നത് മൂലം ഈ 9 നക്ഷത്ര ജാതകർക്കും ഭാഗ്യം ഉദിക്കും. പിന്നെ ഇവരെ പിടിച്ചാൽ കിട്ടില്ല. അത്രയധികം ഉയർച്ചയിലേക്ക് ഈ നക്ഷത്ര ജാതകർ പോകും. ഇതിൽ ലോട്ടറി ഭാഗ്യമുണ്ട്, വീട് വയ്ക്കാനുള്ള ഭാഗ്യമുണ്ട്. എല്ലാ രീതിയിലും സമ്പൽ സമൃദ്ധിയിൽ എത്താനുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവ്വസൗഭാഗ്യമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.